ഞാൻ ജയമതി. വളരെ കൗതുകമേറിയ ഒരു ആശയമാണ് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റിനെ പറ്റിയാണ് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. കാരണം ഇന്ന് ജൂലൈ 7 വേൾഡ് ചോക്ലേറ്റ് ഡേ, അല്ലെങ്കിൽ ലോക ചോക്ലേറ്റ് ദിനം. 1500 ആദ്യമായിട്ട് ചോക്ലേറ്റ് മനുഷ്യരാശിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ചോക്കലാത്തി എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് നാം ഇന്ന് കാണുന്ന ചോക്ലേറ്റ് എന്ന പദം ഉണ്ടായത്. ഇതിനേക്കാളൊക്കെ വളരെ രസകരമായ ഒരു കാര്യം, പണ്ട് ജീവിച്ചിരുന്ന അസീടെക് എന്ന് പറയുന്ന ഒരു വംശജർ തങ്ങളുടെ കറൻസിയായി ഉപയോഗിച്ചിരുന്നത് കൊക്കോയുടെ പരിപ്പാണ്. പണ്ട് കാലം മുതൽ തന്നെ യൂറോപ്പിൻ്റെ സാമൂഹികവും സാമ്പത്തികവും കാർഷികവുമായ മേഖലയിൽ വളരെയധികം ബന്ധം പുലർത്തിയിരുന്ന ഒരു വസ്തുവാണ് ചോക്ലേറ്റ്. അതുപോലെ തന്നെ പണ്ട് നിലനിന്നിരുന്ന മായൻ വംശജർ ഈ കൊക്കോ ഉപയോഗിച്ചിരുന്നു. അതിനെ തുടർന്ന് ആഫ്രിക്കയിലും അമേരിക്കയിലും കൊക്കോ കൃഷി വളരെയധികമായി വർദ്ധിക്കുകയും ചെയ്തിരുന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. ഈ മായൻ വംശജരുടെ വിശ്വാസമനുസരിച്ച് ദേവന്മാരുടെ പ്രധാന ഭക്ഷണമായിരുന്നു കൊക്കോ എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അതുപോലെ ചരിത്രത്തിൽ കാണുന്ന വേറൊരു കാര്യം, അതായത് 1600 ഫ്രഞ്ച് ഭരിച്ചിരുന്ന ലിയോ 13 ചക്രവർത്തി തൻ്റെ വിവാഹത്തിൻ്റെ വേളയിൽ സമ്മാനമായി നൽകിയത് ചോക്ലേറ്റാണ്. അങ്ങനെയാണ് ചോക്ലേറ്റ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വളരെയധികം ബന്ധമുള്ള ഒരു വസ്തുവായി കടന്നു വന്നതെന്നാണ് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ട് ചോക്ലേറ്റ് ബാർ ഉണ്ടാക്കിയത് ബ്രിട്ടനിലാണ്. എങ്കിലും 1880 ആയപ്പോഴേക്കും ചോക്ലേറ്റിനെ പറ്റിയുള്ള പരസ്യങ്ങൾ ധാരാളമായി പ്രചരിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതത്തിൽ വളരെയധികം ബന്ധമുള്ള ഒരു വസ്തുവാണ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, എങ്ങനെയാണ് ഇത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഇത്രയധികം ബന്ധമുള്ള ഒരു വസ്തുവായി മാറിയത് എന്ന് ചിന്തിച്ച് നോക്കിയാൽ ആദ്യമായി എനിക്ക് പറയാൻ കഴിയുന്നത് ആരോഗ്യ മേഖലയെ പറ്റി തന്നെയാണ്. കാരണം മനുഷ്യൻ്റെ സ്ട്രെസ്സ് മാറ്റുന്നതിനായിട്ട് ഈ ചോക്ലേറ്റ് സഹായിക്കുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സിറോട്ടോണിൻ എന്നും ഡോപ്പമൈൻ എന്ന് പറയുന്ന 2 ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവ ഉൽപ്പാദിപ്പിക്കുന്നതോടെ നമ്മുടെ മനസ്സൊന്ന് ഫ്രീ ആവുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് ഫ്രീ ആവുന്നു. അതുപോലെ ഉപയോഗിക്കുന്ന വേറൊരു ചോക്ലേറ്റാണ് ഡാർക്ക് ചോക്ലേറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ഇത് ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള രക്തയോട്ടം കൂടുകയും അതിനെ തുടർന്ന് BP കുറയുക എന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹൃദ്രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വസ്തുവായിട്ട് ഈ ഡാർക്ക് ചോക്ലേറ്റ് മാറുന്നുണ്ട്. ശരിക്കും വിദേശ രാജ്യങ്ങൾ പലപ്പോഴും ഹാർട്ട് പേഷ്യൻസിനൊക്കെ ഡോക്ടറേറ്റ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഡെയിലി 1 പീസ് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് ഡോക്ടേഴ്സ് അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ പറയുന്നത് സാമൂഹികമായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് അകന്നുപോയ മനുഷ്യർ തമ്മിൽ കൂട്ടിയിണക്കുന്നതിന് ഈ ചോക്ലേറ്റ് സഹായിക്കുന്നു. എന്തുകൊണ്ടോ ഭാരതീയ സംസ്കാരത്തിൽ ചോക്ലേറ്റിന് വളരെയധികം പ്രാധാന്യമില്ല എങ്കിലും വിദേശ രാജ്യങ്ങളിൽ, എടുത്തു പറയത്തക്ക രീതിയിൽ വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ചോക്ലേറ്റിന് വളരെയധികം ബന്ധമാണുള്ളത്. പരസ്പരം ആശയങ്ങൾ കൈമാറുന്നത് പോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സുകൾ കൈമാറുന്നതിനും സ്നേഹം പങ്കുവയ്ക്കുന്നതിനുമൊക്കെ ചോക്ലേറ്റ് ഉപയോഗിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്നും നമ്മൾ കണ്ടുവരുന്ന ഒരു വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈസ്റ്റർ ആകുമ്പോൾ ഇറ്റാലിയയിൽ പറഞ്ഞാൽ ഓവാദി പാസ്ക്വ, അല്ലെങ്കിൽ ഈസ്റ്റർ എഗ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇങ്ങനെ ഒരു സംഭവം എല്ലാവരും പരസ്പരം കൈമാറുന്നു. ഇത് ശരിക്കും ചോക്ലേറ്റിൻ്റെ പല രൂപത്തിലാണ്. ഇത് ശരിക്കും ഉണ്ടാക്കുന്നത് തന്നെ മുട്ടയുടെ രൂപത്തിലാണ്. ചെറുതുണ്ട്, വലുതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്യാസ് കുറ്റിയെക്കാളും വലിപ്പത്തിലുള്ള ചോക്ലേറ്റ് കൊണ്ടുള്ള മുട്ടകൾ ഉണ്ടാക്കുന്നു. ഇതിനെ ഒരു പ്രത്യേക തരത്തിലുള്ള കുട്ടകളിൽ അലങ്കരിച്ച് വെച്ചിട്ട് ഇതിനകത്ത്, ഈ ചോക്ലേറ്റിനകത്ത് കൗതുകമേറിയ പലതരത്തിലുള്ള സമ്മാനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇവർ പരസ്പരം കൈമാറും. അത് വളരെ കൗതുകകരവും വളരെ സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ കറയറ്റ കുഞ്ഞാടായ യേശുദേവനെ പ്രതിനിധാനം ചെയ്യുന്ന കുഞ്ഞാടിൻ്റെ രൂപത്തിൽ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് കേക്ക് ഉണ്ടാക്കി ക്രിസ്മസ് സീസണിലെല്ലാം അവർ കൈമാറാറുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ബന്ധങ്ങൾ ഊട്ടി വളർത്തുന്നതിനും പരസ്പരം ക്ഷമിക്കുന്നതിനും പരസ്പരം സ്നേഹിക്കുന്നതിനും
പരസ്പരം ആശ്ലേഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് കൂടെ ചോക്ലേറ്റ് ഇന്നത്തെ സാമൂഹിക ജീവിതത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുത നമുക്ക് കാണാവുന്നതാണ്. ഇനി നോക്കുമ്പോൾ എത്ര തരത്തിൽ പലതരത്തിൽ പല ഷേപ്പിലുള്ള ചോക്ലേറ്റ് ഉണ്ട് എന്നത് സത്യം തന്നെയാണ്. എങ്കിലും പലതരത്തിലുള്ള ചോക്ലേറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നിലവിലുള്ളത് ശരിക്കും 4 തരത്തിലുള്ള ചോക്ലേറ്റുകളാണ്. അതിൽ ഒന്നാമത്തെ ചോക്ലേറ്റാണ് ഡാർക്ക് ചോക്ലേറ്റ്. ഈ ഡാർക്ക് ചോക്ലേറ്റ് ശരിക്കും ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ സംബന്ധമായി നമുക്ക് ഉപകരിക്കുന്ന ഒരു ചോക്ലേറ്റാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ്. പ്രത്യേകിച്ച് അത് ആൻറ്റി ഓക്സിഡൻ്റായിട്ട് ഉപയോഗിക്കുന്നത്, സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ വരുന്ന വേറൊരു ചോക്ലേറ്റാണ് മിൽക്ക് ചോക്ലേറ്റ്. ഇത് വളരെ സ്വീറ്റിയാണ്, ഡെലിക്കേറ്റാണ്, നമ്മുടെ നാവിൽ ഇങ്ങനെ അലിഞ്ഞു ചേരുന്ന ഒന്നാണ് ഈ മിൽക്ക് ചോക്ലേറ്റ്. അത് കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ അത് യാതൊരു പ്രയാസവും കൂടാതെ, പല്ലില്ലാത്തവർക്കാണെങ്കിലും അത് കഴിക്കാൻ പറ്റും. നാവിലിങ്ങനെ അലിഞ്ഞ് ചേരുന്ന ഒരു ചോക്ലേറ്റാണ് മിൽക്ക് ചോക്ലേറ്റ്. അടുത്ത ഒരു ചോക്ലേറ്റാണ് വൈറ്റ് ചോക്ലേറ്റ്. ഇത് നിർമ്മിക്കുന്നത് കോക്കോ ബട്ടറും ഷുഗർ, മിൽക്ക് ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിക്കുന്നത്. അടുത്ത് വരുന്ന വേറൊരു ചോക്ലേറ്റ് ശരിക്കും 4 എണ്ണം ഉണ്ട്. അതിൽ ഇനി 4ാമത്തെ ചോക്ലേറ്റ് എന്ന് പറയാം സ്വീറ്റ്ലെസ് ചോക്ലേറ്റാണ്. ഈ സ്വീറ്റ്ലെസ് ചോക്ലേറ്റ് ഉപയോഗിക്കുന്നത് ശരിക്കും ബേക്കിംഗ് പർപ്പസിനാണ്. അതുപോലെ തന്നെ ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിനും ചോക്ലേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ 4 തരത്തിലുള്ള ചോക്ലേറ്റാണ് നമ്മുടെ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ചോക്ലേറ്റ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബന്ധമുള്ള ഒരു ചങ്ങാതിയായി, നമ്മുടെ ഒരു കൂട്ടുകാരനായി നമ്മുടെ ജീവിതത്തിലേക്ക് നിത്യവും കടന്നു വരുന്ന ഒരാളാണ്. അങ്ങനെ ജൂലൈ 7 ഇന്ന് നമ്മൾ ചോക്ലേറ്റ് ദിനം ആചരിക്കുമ്പോൾ പരസ്പരം ക്ഷമിക്കാനും പരസ്പരം സ്നേഹിക്കാനും പൊട്ടിപ്പോയ അല്ലെങ്കിൽ അകന്നുപോയ ബന്ധങ്ങളെ ഒന്നുകൂടെ ചേർത്ത് നിർത്തുന്നതിന് നമ്മുടെ ചോക്ലേറ്റ് നമ്മളെ സഹായിക്കും. പരസ്പരം ചോക്ലേറ്റുകൾ കൈമാറി ഈ ചോക്ലേറ്റിൻ്റെ മധുരം നുണഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര നമുക്ക് മുന്നോട്ട് തുടരാം. നമ്മുടെ ജീവിതത്തിന് കൈപ്പേറിയ അനുഭവങ്ങളാണ് പലർക്കും ഉള്ളതെങ്കിലും ഈ ചോക്ലേറ്റ് നുണഞ്ഞുകൊണ്ട് ആ കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം മധുരമുള്ളതാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ യാത്ര തുടരാം. പുതിയ ഒരാശയവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.